സംസ്ഥാനത്ത് തന്നെ 2ാം സ്ഥാനം നേടി ആർദ്ര കേരള പുരസ്കാരം കരസ്ഥമാക്കി വാഴൂർ ഗ്രാമപഞ്ചായത്ത്. 2ാം സ്ഥാനക്കാർക്ക് 7 ലക്ഷം രൂപയുടെ അവാർഡാണ് ലഭിക്കുന്നത്. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരമാണ് വാഴൂർ ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് പ്രഖ്യാപനം നടത്തിയത്. ആരോഗ്യവകുപ്പിൻ്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതികളിലെ മികച്ച പ്രവർത്തനം നടത്തിയ പഞ്ചായത്ത് വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനമാണ് വാഴൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിനായി പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിൽ ചെലവഴിച്ച തുക, സ്വാന്തന പരിചരണ പരിപാടികൾ, കായകൽപ്പ, ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ചാണ് മുൻഗണനാ പട്ടിക തയ്യാറാക്കിയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ്പ്, വാർഡുതല പ്രവർത്തനങ്ങൾ, മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, നടപ്പിലാക്കിയ നൂതനമായ ആശയങ്ങൾ, പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയും പുരസ്കാരത്തിന് വേണ്ടി വിലയിരുത്തിയ ഘടകങ്ങളാണ്. 2ാം സ്ഥാനം നേടിയ വാഴൂർ ഗ്രാമപഞ്ചായത്തിന് 7 ലക്ഷം രൂപയാണ് ലഭിക്കുക. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള അലോപ്പതി, ഹോമിയോ, ആയുർവേദ വിഭാഗങ്ങളുടെയും സാമൂഹ്യനീതി വകുപ്പിൻ്റെയും ശുചിത്വ മിഷൻ്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചാണ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. അവാർഡ് കാലയളവിൽ 3/4 കോടിയിലധികം രൂപയാണ് ആരോഗ്യ പ്രവർത്തനത്തിനും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും നൂതന ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനുമായി പ്രവർത്തനങ്ങൾക്കുമായി ഗ്രാമപഞ്ചായത്തിൽ ചെലവഴിച്ചത്. വാഴൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരുന്ന് വാങ്ങൽ, അധികം സ്റ്റാഫിന് വേതനം നൽകൽ, സമഗ്ര ക്യാൻസർ നിയന്ത്രണ പരിപാടികൾ, പാലിയേറ്റീവ് പരിപാലന പദ്ധതി തുടങ്ങിയവയ്ക്കും നൂതന പദ്ധതിയായ വനിതാ ഫിറ്റ്നസ് സെൻ്ററിന് ഉപകരണം വാങ്ങൽ പദ്ധതിക്കുമായി 50 ലക്ഷം രൂപയും ചെലവഴിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക ലാബ് സൗകര്യം ഉൾപ്പെടെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ OP പ്രവർത്തനവും, ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ സൗജന്യ ജീവിതശൈലി രോഗപരിശോധനയും, ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസം 4000 രൂപ വരെ ധനസഹായവും തുടങ്ങി വിവിധയിനം പദ്ധതികളാണ് നടപ്പിലാക്കിയത്. വാഴൂർ ഗ്രാമപഞ്ചായത്തിന് അവാർഡിന് അർഹമാക്കിയ പ്രവർത്തനങ്ങൾ നേട്ടം കൈവരിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സഹായിച്ച എല്ലാ വിഭാഗം ജീവനക്കാരെയും ജനങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതായും അവാർഡ് തുക ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി വിനിയോഗിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP റജിയും അറിയിച്ചു. ടീം റിപ്പോർട്ടേഴ്സ്, പൊൻകുന്നം. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി, പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200ഓളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.